ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് 2 ദിവസത്തെ അടുപ്പിച്ച് ഓഫ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ബേസിക്കലി ഒരു മടിച്ച് ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ ഞാനിങ്ങനെ ഓഫ് വിളിച്ച് പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു, നീ അതെല്ലാം ചെയ്ത് തീർത്തിട്ട് നീ സമയം ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു, വാണിങ്ങി തന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഞാനാണെങ്കിൽ ഒരു 9 മാസം മുന്നേ ഞാനൊരു ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണം, അല്ലെങ്കിൽ അതിന് യൂണിവേഴ്സിറ്റി പോയിട്ട് എനിക്കിനി കളക്ട് ചെയ്യേണ്ടി വരും. അവർ ഗതികേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് ഞാനത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ഞങ്ങളെ പഠിപ്പിച്ച മിസ് അവിടുന്ന് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് മിസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടത് മിസ് ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പിന്നെ ഫുഡാണ് തപ്പി ഇറങ്ങിയത്. കാരണം നമുക്ക് രണ്ടുപേരും നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ രാവിലത്തൊന്നും കഴിച്ചു. കൊച്ചിയിലുള്ളവർക്ക് ഈ കട എന്തായാലും നല്ല പരിചയം ഉണ്ടായിരിക്കും. നമ്മുടെ നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള റൗത്തർ സ്റ്റൈൽ ബിരിയാണി കഴിക്കണമെങ്കിൽ ഇത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നാൽ മതി. നിങ്ങളൊരു ബീഫ് ബിരിയാണിയുടെ പ്രൈസ് നിങ്ങൾ മനസ്സിൽ ഗസ് ചെയ്ത് വെച്ചു. വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ അതിൻ്റെ പ്രൈസ് എന്തായാലും പറയുന്നതായിരിക്കും. ഇത്രയും പീസസ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ കൂടെ സാലഡും നല്ല ഡേറ്റ്സ് പിക്കിൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ അവിടെ പോയി ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ മെയിൻ ആൾ. പുള്ളിയും പുള്ളിയുടെ വൈഫും കൂടെ നടത്തുന്നൊരു ഷോപ്പാണിത്. കണ്ടോ, ചിക്കൻ ബിരിയാണി 100, ബീഫ് ബിരിയാണി 100 റുപ്പീസ്. 100 റുപ്പീസിന് എനിക്ക് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് 2 പീസസ് ആണ്. എനിക്ക് പക്ഷേ ഒരു 5 പീസസോളം കിട്ടിട്ടോ. പിന്നെ അവിടുന്ന് ഞാനൊരു ചിക്കൻ 65 ഓർഡർ ചെയ്തതും കഴിച്ചു. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഇതായിരുന്നു അവിടുത്തെ തിരക്ക്. നിങ്ങളെല്ലാവരും മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പോയത് കൊണ്ട് കവർ ഇടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കവറെല്ലാം പൊട്ടി, സ്ക്രീൻ കാർഡെല്ലാം പൊട്ടി ഒരു അവസ്ഥയിലായി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഷോപ്പിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ. ഇതിനകത്ത് ഏത് മിന്നാമിനെ എടുക്കണം, ലൈറ്റ് തൊട്ട് മീഡിയം തൊട്ട് ഡാർക്ക് വരെ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ ആ ഫസ്റ്റ് എടുത്ത് തന്നെ എടുത്തത്. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കണ്ണാപ്പി എന്ന് പറയുമായിരിക്കും, പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. എന്തോന്ന് അറിയത്തില്ല, ഇഷ്ടമാണ്. ഒറ്റയടിക്ക് 1000 രൂപ തീർന്നു. ഇതാണ് ഞാൻ പുറത്തിറങ്ങാത്തത്. പിന്നെ ഇറങ്ങിയപ്പോൾ സമയത്ത് നല്ല ദാഹം ഉണ്ടായിരുന്ന ബിരിയാണിയോടെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് ഫോറം മാളിൽ ലുലുവിൽ പോയിട്ട് റീസെൻ്റ്ലി എനിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ട് അവിടെ. അവിടുത്തെ കോൾഡ് കോഫി മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. നല്ലതിന് നമ്മൾ നല്ലതെന്ന് തന്നെ പറയണമല്ലോ. ആ കോഫിയുടെ അരോമ എല്ലാം കൂടെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. പെർ ബോട്ടിലിന് 90 റുപ്പീസ് വെച്ചായിരുന്നു വരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 ബോട്ടിൽസ് എടുത്ത് ഇരുന്നങ്ങ് കുടിക്കുക, അത് തന്നെ. പിന്നെ റൂമിൽ വന്ന് ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് വൈകിട്ട് ഫിലിം കാണാൻ റൂമിലുള്ള എല്ലാവരോടും പ്ലാൻ ചെയ്തു. അങ്ങനെ വിചാരിച്ചു കാന്താര കാണാൻ പോകാമെന്ന് വിചാരിച്ചു. രാത്രി സമയം 11:50 ഷോ ആയിരുന്നു. പിന്നെ നമ്മൾ ഊബർ വെയിറ്റ് ചെയ്തിരുന്നു. ഇത് 11:50. നമ്മൾ തന്നെ എവിടെ നമ്മൾ പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഓടി പഠിച്ച് ലിഫ്റ്റൊക്കെ കയറി. പിന്നെ സ്ക്രീൻ 1 2 ആണോ സംശയം. പിന്നെ അങ്ങനെ വേഗം കൺഫേം ആക്കിയിട്ട് സ്ക്രീൻ 1 പിന്നെ ഞങ്ങളൊക്കെ 1 കയറി. ഞങ്ങൾ കാന്താര കണ്ടു. ഫസ്റ്റ് ഹാഫ് നല്ല ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട് ഓൾറെഡി ഇന്നലെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ കാണാൻ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് കഥ പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സൈഡിൽ മൂലയിൽ കയറ്റിയേക്ക് വരുന്നത് അവളെ. നിങ്ങൾ പേടിക്കും, നിങ്ങൾ പേടിച്ച് വിറയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പക്ഷേ ഞങ്ങൾ പേടിച്ചില്ല. ഞങ്ങളോടാ. ഇതായിരുന്നു അവസ്ഥ. 2:50 വരെ ആയിരുന്നു കേട്ടോ ഷോ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഊബറിൽ പോകാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്യുന്ന ഊബർ എല്ലാം ക്യാൻസലായി പോകുമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച ഒറ്റ മൈൻഡിൽ നടന്നു പോകാതെ. ഹോസ്റ്റലിൽ പിന്നെ അടുത്തായിട്ട് ഒരു കുഴപ്പമുണ്ടായാലും ഒരു 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന്. പിന്നെ നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി കയറി. പിന്നെ അവിടെ